നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതുവിന്റെ മനസ്സ് മാറ്റാനായിട്ട് ഇന്ദ്രൻ മാക്സിമം ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ഞാൻ ശരിക്കും പറഞ്ഞാല് ദേ ആ അച്ഛനോട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേങ്കില് പൊന്നുമ്മടെ കൈയടക്കാൻ വേണ്ടിയിട്ട് ശ്രീഹരി അച്ചുവും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാടകം അതെന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ പൂർണിമ ടെക്സ്റ്റൈൽസ് നോക്കുന്ന ഇപ്പൊ അച്ചു അല്ലേ, അപ്പൊ അതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി ചോദിച്ചെന്നും പറഞ്ഞോണ്ട് ഇത്ര മാത്രം അച്ചു ശ്രീഹരിയും കൂടെ എന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? അതുകൊണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ആ കണക്കുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചേ. അതുകൊണ്ടാണ് അവളുടെ കയ്യെ കയറി പിടിച്ചെന്ന് പറഞ്ഞോണ്ട് അവൾ ഇത്ര പൊല്ലാപ്പുകളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജിത്തേന്ന് പറയണം. അതെ, നിനക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലായി നിനക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. കാരണം എന്താണെന്നറിയാവോ? എല്ലാരും കൂടെ കൂടിയിട്ട് നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുവാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞേ, അങ്ങനെ അവരെന്തേലും ചെയ്യുവോന്ന് ചോദിക്കാം. പിന്നെ ചെയ്യത്തില്ല പോലും, എന്നിട്ടാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ കുറ്റക്കാരനാക്കാനായിട്ടാണ് ഇവിടെ എല്ലാരും ശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതുവിന്റെ മുന്നിൽ നല്ല പിള്ള ചമയാണ് ഇന്ദ്രന്. ഈ സമയത്ത് പൂർണിമ അച്ചുവിന്റെ ശ്രീഹരിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രായവും പക്വതയൊക്കെ ഋതുവിനേക്കാളും ഇല്ലേ, അതുകൊണ്ട് നിങ്ങൾ മൂത്തല്ലേ, കുറച്ച് അവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, ആ ഇന്ദ്രന്റെ സ്വഭാവം അറിയാലോ, ഇന്ദ്രന്റെ സ്വഭാവം അറിഞ്ഞിട്ടാണോ അമ്മേന്ന് ചോദിക്കുകയാണ്. അല്ലടാ മോനെ, നിനക്കറിയാലോ മുമ്പത്തെ പോലെ ഒന്നും അല്ല ഇപ്പം. മുമ്പേന്ന് പറഞ്ഞാൽ അവൻ പുറത്ത് നിൽക്കുമ്പോ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ ഇന്ദ്രനകത്താണ്, അവൻ ഈ കുടുംബത്തിലെ മരുമോന, അപ്പൊ അവന് ഞാൻ വേണ്ട പ്രാധാന്യം കൊടുക്കണ്ടേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, കൊടുക്കാൻ പറ്റിയ ഒരാള് എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാമേ, എനിക്ക് അയാളെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ശ്രീഹരി പറഞ്ഞു, ഇനി ഇതുപോലെ എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം. അപ്പോഴേക്കും സേതു പറഞ്ഞു, എനിക്കും അതെ, എനിക്കും അത് കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്കും പൂർണിമ പല്ലവിയുടെ അടുത്ത് ചെന്നു. ഇപ്പൊ പല്ലവി പറഞ്ഞു, അതെ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എന്താണെങ്കിലും അയാളെ മനസ്സും കൊണ്ട് അയാളോട് എനിക്കൊരു അടുപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അയാൾ എന്നെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എന്റെ അയലക്കത്ത് പോലും ഞാൻ അയാളെ അടുപ്പിക്കില്ല. ഇനിയിപ്പൊ പൂർണ്ണാമ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് അയാൾ എന്ന് ശത്രു തന്നെയായിരിക്കും ഇനി അങ്ങോട്ടേക്ക്. ഇത് കേട്ടപ്പോ പൂർണ്ണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം പൂർണ്ണിമ എല്ലാരെയും കൂടെ ഒന്നിപ്പിച്ചൊന്ന് പൊന്നുമ്പടം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചേ. പക്ഷേങ്കില് ഇന്ദ്രൻ വന്നോട് കൂടിയിട്ട് അതെല്ലാം അങ്ങനെ അവതാളത്തിലാവുന്ന ലക്ഷണം കാണുന്നുണ്ട്. അവസാനം സേതു പറഞ്ഞു, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇന്ദ്രന്റെ കാര്യം, അവൻ നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ ഇവിടെ നിൽക്കട്ടെ, അല്ലാതെ ഇവിടെ ഉള്ളവരെ തമ്മിലടിപ്പിക്കാൻ അവന്റെ ശ്രമമെങ്കിൽ അതൊന്നും നടക്കത്തില്ല അമ്മയെന്നൊക്കെ പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത്. ഋതു വന്നിട്ട് പൂർണ്ണിമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. എന്ത്? അല്ല വേറൊന്നുമല്ല പറയാനുള്ളേ, ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ജിത്തിനെ ഇവിടുന്ന് എല്ലാരും ഓടിക്കാനാ ശ്രമിക്കുന്നത്, ജിത്തിനെ തല്ലാൻ വരെ വന്നു. ഞാന് ജീവനോടുള്ളപ്പോ അത് നടക്കില്ല എന്ന് പറയണ. ജിത്തുവിനെ നേർക്ക് കൈപൊക്കുന്ന ആരും ജിത്തിന്റെ നേർക്ക് കൈപൊക്കാന്ന് ആരും വിചാരിക്കണ്ടെന്ന് പറയണ. ഇത് കേട്ടപ്പോ പൂർണ്ണിമ പറഞ്ഞു, അതിനിപ്പോ എന്താ ഇവിടെ അതിനെന്താ കുഴപ്പമുണ്ടായത്? ഒരു കുഴപ്പമുണ്ടായല്ലേ, ജിത്തിനെ ആർക്കും ഇവിടെ കാണത്തില്ല എന്ന് പറയാ. അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രല്ലേ ഋതു എന്ന് പറയണ. അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. ഇവിടെ എല്ലാരും സന്തോഷത്തോടെ അല്ലേ? അതെ സന്തോഷത്തോടെ തന്നെയാ, പക്ഷെ മുമ്പേ അമ്മ ആ കാഴ്ചകളെ കണ്ടല്ലേന്ന് ചോദിക്കണം. പിന്നീട് ശ്രീഹരിയുടെ അച്ഛനെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് എന്റെ ജിത്തിന്റെ നേർക്ക് ആരെങ്കിലും കൈ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കൈ പിന്നെ കാണില്ല എന്ന് പറയണം. കൈ ചൂണ്ടിക്കൊണ്ടാണ് പറയണത് ശ്രീഹരിയുടെ നേരെ. അപ്പോഴേക്കും പൂർണ്ണിമ വന്നിട്ട് ചോദിച്ചു, നീ ഇതെന്ത് പരിപാടി കാണിക്കുന്നത്, കൈ ചൂണ്ടി സംസാരിക്കുന്നോ എന്ന് ചോദിച്ചിട്ട് ആ കൈ അങ്ങോട്ട് പിടിച്ച് താഴ്ത്തി വെക്കുകയാണ്. പിന്നീട് ഋതുവിനോട് പറഞ്ഞു, ഋതു നീ വെറുതെ പ്രശ്നം ഉണ്ടെന്നോ ഉണ്ടാക്കരുതെന്ന് പറയണം. ഋതു പറഞ്ഞു, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ഋതു അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ശ്രീഹരിക്കൊക്കെ നല്ല ദേഷ്യം വന്നേ. ശ്രീഹരി പൂർണ്ണിമയോട് പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് പറയുക തന്നെ ചെയ്യുമെന്ന് പറയണം. ആ സമയം ഋതു അകത്തേക്ക് എന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു, ഇവിടെ ആർക്കും ജിത്തിനെ കണ്ണെടുത്താൽ കാണത്തില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, കണ്ടില്ലേ, അതാ ഞാൻ പറഞ്ഞത്, എനിക്കിവിടെ ഒരു വിലയുമില്ല. ആ സമയത്ത് ഋതു പറഞ്ഞു, ഇങ്ങനെ പോയാൽ എങ്ങനെയാവും എനിക്ക് അറിയില്ല ജിത്തേന്ന് പറയണം. എല്ലാത്തിനും കാരണം ആരാ എന്താന്ന് അറിയാവോ നിനക്ക്? എല്ലാത്തിനും കാരണം ആ പല്ലവിയാന്ന് ഇന്ദ്രൻ ഋതുവിനോട് പറയണം. പല്ലവിയോ? അതെ, അവൾ ഇവിടെ കയറി ഇറങ്ങുന്നോണ്ടാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവളാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചു വെക്കുന്നേ. അവൾ എന്തിനാ ഇപ്പൊ കയറി ഇറങ്ങുന്നേ? സേതുവിന് ഭാര്യ ആയിട്ടില്ല അവള്, പിന്നെന്തിനാ അവളിവിടെ കയറി ഇറങ്ങുന്നേ? അവളിവിടെ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെയും കൂടെ അത് ബാധിക്കുന്ന കാര്യമാണ്. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാകുന്നേ? അതുകൊണ്ട് അവളുടെ ഈ ഭാരം അങ്ങോട്ട് അവസാനിപ്പിക്കണം, അവളോട് ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പറയണം. അതങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണോ ജിത്തിനറിയാലോ സേതുവേട്ടും പല്ലവിയും തമ്മിലുള്ള ബന്ധം. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആയിക്കോട്ടെ, പക്ഷെ കല്യാണത്തിന് മുമ്പ് അതിന്റെ കാര്യമുണ്ടോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താന്ന് വെച്ചാ എല്ലാ ഋതുവിന്റെ ഇഷ്ടം.
പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടും അധിക കാലം മുന്നോട്ട് പോകത്തില്ല. ആ പല്ലവി ഇവിടെ കയറി ഇറങ്ങി വന്നാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് പല്ലവിനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടിക്കണമെന്ന് പറയണം. അത് കേട്ടപ്പം ഋതുവിന് ആ ടെൻഷൻ. ഋതു ഇങ്ങനെ ആലോചിക്കുക. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അല്ല നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഋതു? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം. പല്ലവി ഇവിടെ ഇല്ലെങ്കിൽ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നീട് ഋതു എന്ത് ചെയ്യാണ്, രണ്ടും കൽപ്പിച്ച് നേരെ താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുവാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, നീ ഇപ്പൊ ചെന്ന് ഓടിപ്പിച്ചെന്ന് ഇടപെടിന്ന് ചോദിക്കാനൊന്നും പോകുന്നും വേണ്ട. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിന്റെ മനസ്സിലിരിക്കണത് പല്ലവിയാണ് ഇവിടെ നമ്മൾ ആദ്യം ഇറക്കി വരണ്ടേ. പല്ലവി വന്നോട്ടെ, കല്യാണത്തിന് ശേഷം വേണേ വന്നോട്ടെ, പക്ഷെ അതിനു മുമ്പ് വരേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് പല്ലവിയുടെ അടുത്തേക്ക് വന്നിട്ട് പൂർണ്ണിമ പറഞ്ഞു, അതെ ആഹാരം കഴിച്ചാലോ? അതെ എനിക്ക് പോകാൻ ധൃതി ഉണ്ടായിരുന്നു പറയണം. അതുമ്പത്തേനും പൂർണ്ണിമ പറഞ്ഞു, അത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. ആ ശരി പൂർണ്ണിമ എന്ന് പറയണം. അങ്ങനെ പല്ലവിനെ വിളിച്ചു. പിന്നീട് ബേബിച്ചേച്ചി അങ്ങോട്ട് വന്ന് ആഹാരം വിളമ്പുവാണ്. ആ സമയത്ത് അച്ചും ശ്രീഹരിയും സേതു ഒക്കെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് സേതുവിനോട് വന്ന് ഇരിക്കാൻ പറയണം. സേതു ഇരുന്നു. പല്ലവിയോട് ഇരിക്കാൻ പറഞ്ഞു. പല്ലവി പറഞ്ഞു, അത് പിന്നെ പൂർണ്ണിമ കഴിച്ചിട്ട് പോയാൽ മതി, അവിടെ ഇരിക്കാൻ പറയണം. പല്ലവി ഇരുത്തി. ശ്രീഹരി ഇരുന്നു. പിന്നീട് സ്വാതി ഇരുന്നു. അപ്പോഴേക്കും അച്ചുവർക്കൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നീട് അച്ഛനോട് പൂർണ്ണിമ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറയണം. അതിനെന്താ എന്ന് പറയണ. അങ്ങനെ കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബേബി ചേച്ചി പറഞ്ഞു, പല്ലവി ഇപ്പോഴൊക്കെ ഇരുന്നെങ്കിലും കഴിച്ചോ, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പറയും അത് എനിക്ക് വിളമ്പി തന്നിട്ട് നീ കഴിച്ചാൽ മതിയെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, ഒന്ന് പോ ബേബി അവിടുന്ന്, ഞാൻ അങ്ങനെയൊക്കെ അമ്മായിമ്മ പോലെ എടുക്കും തോന്നുന്നുണ്ടോ? അപ്പോഴേക്ക് സ്വാതി പറഞ്ഞു, കല്യാണത്തിന് മുമ്പ് വരെ അമ്മയായിരിക്കും, കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മായിമ്മയായിരിക്കും എന്ന് പറയണം. അങ്ങനെ എല്ലാരും കൂടെ ചിരിക്കുവാണ്. ആ സമയത്ത് അച്ഛനോട് പൂർണ്ണിമ വെച്ചു, അല്ല ഋതുവിനെ വിളിച്ചില്ലെന്ന് ചോദിക്കും. ആ അവരെപ്പോഴേലും വരട്ടെ, ഞാൻ വിളിക്കുന്നില്ല എന്ന് പറയണം. അതെന്ത് പരിപാടി വെച്ചു, പോയി വിളിച്ചോണ്ട് വരാൻ പറയണം. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാം, നീ പോയി വിളിക്കുക. പിന്നീട് അച്ഛൻ അങ്ങോട്ട് പോകാൻ തിരിയുമ്പോഴത്തേനുമാണ് ഋതു ഇന്ദ്രനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നതണ്ടേ. അങ്ങനെ ഋതു വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ വെച്ചു, നീ ഇത് എവിടെയായിരുന്നു ചോദിക്കുമായിരുന്നു. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്താ ആഹാരം കഴിക്കാൻ നേരം തന്നെ വിളിക്കാത്ത എന്താന്ന് ചോദിക്കുക. അത് പിന്നെ നീ ഇറങ്ങി വരുമെന്ന് കരുതി, എന്നാലും ഒരു മര്യാദ ഉണ്ടല്ലോ വിളിക്കേണ്ടതായിട്ട് എന്ന് പറയാണ്. ആ സമയത്ത് ഇന്ദ്രൻ ചുറ്റും നോക്കണം. പല്ലവി ഇരുന്ന് കഴിക്കുന്നുണ്ടപ്പോ ഇന്ദ്രന് ഒട്ടും കൂടെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും ഋതു പെട്ടെന്ന് പറഞ്ഞു, ഇന്ദ്രനോട് ഇരിക്കാൻ പറയണം, ഒരു സീറ്റാണ് ബാക്കി ഉണ്ടായിരുന്നത്, ഇരിക്കാൻ പറയണം. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ ഇരിക്കാനോ, നല്ല കഥയായെന്ന് പറയണം. ഋതു പറഞ്ഞു, ജിത്ത് ഇരിക്കാൻ പറയണം. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ ഒന്നും ഇരിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം സേതു ചോദിച്ചു, എന്തായിരിക്കും പോലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ചുറ്റും ഒന്ന് നോക്കി. എന്നിട്ട് ഇന്ദ്രൻ പറഞ്ഞു, അല്ല ഇവിടേക്ക് ആരാ ഇവിടെ പിടിച്ചെടുത്തേക്കെന്ന് ചോദിക്കുകയാണ്. പല്ലവിയെ നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യം വന്ന് സേതുവിന്, നീ എന്താടാ പറഞ്ഞേ? അല്ല ഇവിടെയൊക്കെ കല്യാണം കഴിഞ്ഞല്ലോ, അതിനു മുമ്പ് നിന്റെ അടുത്ത് പിടിച്ചെടുത്ത് തീറ്റിക്കേണ്ട കാര്യം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. കണ്ട അലവലാദികളൊക്കെ പിടിച്ച് കയറ്റിയെടുത്തിരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സേതു അങ്ങ് ചാടി എഴുന്നേറ്റ് ഇന്ദ്രന്റെ അടുത്തേക്ക് എന്നിട്ട് അവന്റെ കഴുത്തിനുള്ള കുത്തിപ്പിടിക്കാൻ തുടങ്ങണം. ആരടാ അലവലാതി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും പൂർണ്ണിമ എല്ലാരും കൂടെ വന്നിട്ട് സേതുവിനെ അങ്ങോട്ട് പിടിച്ചു മാറ്റുവാണ്. പിന്നീട് സേതു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ, ആ ഒരു ഓർമ്മ നിന്റെ മനസ്സിലുണ്ടായിരിക്കണോന്ന് പറയണം. അപ്പോഴേക്കും ഋതു പറഞ്ഞു, അതെ സേതുവേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണേ. എന്ത്? അല്ല ജിത്ത് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? കല്യാണം കഴിഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം പല്ലവിയുടെ വന്നോട്ടെ. ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ? അപ്പൊ എന്താ ഇത് അവന്റെ തീരുമാനമായിരിക്കുമല്ലേ? നിന്റെ ജിത്തിന്റെ തീരുമാനം? ഇത് ജിത്തിന്റെ തീരുമാനം മാത്രമല്ല എന്റെ തീരുമാനം കൂടെയാന്ന് പറയണം. ഇത് കേട്ടപ്പോ പൂർണ്ണിമ വെച്ചു, നീ എന്തൊക്കെയാ ഋതു പറയണെന്ന് വെക്കും. പല്ലവി ഇവിടെ വരുന്നോണ്ട് നിനക്ക് എന്താ കുഴപ്പമിരിക്കണേ? പല്ലവി ആദ്യമായിട്ടല്ല വരണേ എന്ന് ചോദിക്കണം. അതൊക്കെ ശരിയായിരിക്കുമേ, പക്ഷെ കല്യാണത്തിന് മുമ്പ് അങ്ങനെ വരുന്നത് ശരിയല്ല എന്ന് പറയണം. അത് കേട്ടിപ്പോ അച്ഛനും സകല നിയന്ത്രണം വിട്ടു. അച്ചു വന്നിട്ട് പറഞ്ഞു, ഇതേ ഋതു അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് നിൽക്കരുത്. പല്ലവി ചേച്ചി ആദ്യമായിട്ടല്ല വരുന്നേ, അതുകൊണ്ട് പല്ലവി ചേച്ചി ഈ കുടുംബത്തിലെ അംഗത്തെ പോലെയാ. ഇനിയിപ്പം നീ വരില്ലെന്ന് പറയാനുള്ള അധികാര അവകാശം നിനക്കില്ല എന്ന് പറയണം. വരില്ലെന്ന് ആരും പറഞ്ഞല്ലോ, എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാനും ജിത്തും തമ്മിൽ ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറയണം. പിന്നീട് നേരെ പല്ലവിയുടെ അടുത്ത് നിന്നിട്ട് ഋതു പറഞ്ഞു, അതെ പറയുന്നുണ്ടൊന്നും തോന്നരുത് പല്ലവി. പല്ലവിക്ക് അറിയാലോ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നത് ശരിയല്ല. കല്യാണത്തിന് ശേഷം എന്ത് വേണം നിങ്ങൾ അയക്കോ എന്ന് പറയണം. ഇത് കേട്ട പല്ലവി ഒന്നും മിണ്ടിയില്ല. അല്ല ഞാൻ പറയുന്ന പല്ലവിക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലേ എന്ന് ചോദിക്കണം. പല്ലവി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും സേതു പറഞ്ഞു, പല്ലവി എങ്ങോട്ടാ? കയറി പോകാൻ പറയണം അങ്ങോട്ട്. പല്ലവി പറഞ്ഞു, വേണ്ട സേതുവേട്ടാ, ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഒരു വഴക്കുണ്ടാകാൻ പാടില്ലെന്ന് പറയണം. ഇത് കേട്ടിപ്പോ സേതു പറഞ്ഞു, എന്ത് വഴക്കുണ്ടാകാനായിട്ട്? ഒരു വഴക്കുണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കും അവിടെ നിന്ന് ഇന്ദ്രൻ പറഞ്ഞു, അന്തസ്സുള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഇപ്പൊ ഇറങ്ങി പോകുന്നു പറയണം.
അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് നല്ല ദേഷ്യം വന്നു. ആർക്കടാ അന്തസ് കുറവ്? പല്ലവിക്കോ എന്നും പറഞ്ഞിട്ട് വീണ്ടും അവനെ അടിക്കാണ്ട് ചെല്ലുവാണ്. അപ്പോഴേക്കും പൂർണ്ണിമ ഇടയിലേക്ക് കയറി. പൂർണ്ണിമ പറഞ്ഞു, വേണ്ട വേണ്ട സേതു, ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ടെന്ന് പറയണ. ഈ സമയത്ത് പല്ലവി പറഞ്ഞു, സേതുവേട്ടാ, വേണ്ട സേതുവേട്ടാ, ഒരു പ്രശ്നം ഉണ്ടാകണ്ട. ഞാൻ കാരണം ഒരു പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാക്കണ്ട. ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയണം. അപ്പോഴേക്കും പൂർണ്ണിമയ്ക്ക് വല്ലാത്തൊരു വിഷമം. പൂർണ്ണിമ അങ്ങനെ നിപ്പി പൂർണ്ണിമ അങ്ങോട്ട് തല ഇറങ്ങി അങ്ങോട്ട് വീഴുവാണ്. പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത്. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ വീട്ടിലേക്ക് വന്നു. ഡോക്ടർ ഒന്ന് പൂർണ്ണിമനെ പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ആള് നല്ല വീക്കാണ്, പ്രഷർ ഒന്ന് ഹൈ ആയിട്ടുണ്ടെന്ന് പറയുന്നു. ഒന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്ന. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ECG ഒക്കെ എടുത്തു നോക്കണം. പിന്നെ ഇതിന് മാത്രം എന്താ അവിടെ പ്രശ്നം ഉണ്ടായത്? എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടിപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. അല്ല, പേഷ്യന്റ് നല്ല മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളവർ എനിക്ക് തോന്നി, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായത്. ആ സമയത്ത് പല്ലവി പറഞ്ഞു, ഇവിടെ ചെറിയ ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ, ഇതൊരു കൂട്ടുകുടുംബം അല്ലേന്ന് ചോദിക്കണം. അപ്പൊ അങ്ങനെയാകുമ്പോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കാണ്ട് പഠിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ അവർക്കൊരു കാരണവശാലും മാനസിക ബുദ്ധിമുട്ടുണ്ടായി കൊടുത്തുകൂടാ. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇത്തവണ ഉണരുന്ന് വെക്കാം, പക്ഷെ എങ്കിൽ ഇനി അടുത്ത തവണ ഉണരുന്ന ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നോക്കുന്ന പോലെ ഇരിക്കും ഇവരുടെ ആരോഗ്യം എന്ന് പറയണേ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെഡിസിനൊക്കെ കൊടുത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് പല്ലവി, ഋതു, സേതു ഒക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.